നമസ്കാരം. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് സാനിയ അയ്യപ്പൻ. ബാലതാരമായെല്ലാം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സാനിയ ആദ്യമായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ക്വീൻ എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മലയാളത്തിലെ മുൻനിര അഭിനേതാക്കൾക്കൊപ്പമെല്ലാം സാനിയയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമയായ ലൂസിഫറിലെ ജാൻവി എന്ന കഥാപാത്രം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. അന്യഭാഷയിലെ ചിത്രങ്ങൾക്കും സാനിയ അഭിനയിച്ചിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബാല്യകാലസഖി എന്ന സിനിമയിലൂടെയാണ് സാനിയ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇതിൽ നായികയായ ഇഷ തൽവാറിന്റെ കുട്ടിക്കാലമാണ് സാനിയ അവതരിപ്പിച്ചത്. സിനിമയിൽ മാത്രമല്ല, ഫാഷൻ രംഗത്തും മീഡിയയിലും എല്ലാം താരം സജീവമാണ്. ബോൾഡ് ആയി തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുന്ന ഒരു നടി കൂടിയാണ് സാനിയ. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സാനിയ പല രാജ്യങ്ങളും സഞ്ചരിക്കുന്നതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ യുവനായികമാരിൽ ശ്രദ്ധേയയാണ് സാനിയ അയ്യപ്പൻ. ഡാൻസർ എന്ന നിലയിൽ കുട്ടിക്കാലം മുതലേ സാനിയ പ്രശസ്തിയാണ്. വിദേശ ഷോകളാണ് ഇന്ന് സാനിയയുടെ കൂടുതലും ചെയ്യാറുള്ളത്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതിന്റെ കാരണങ്ങൾ നടി വ്യക്തമാക്കുന്നുണ്ട്. സാനിയ അയ്യപ്പന്റെ ആ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞാൻ നാട്ടിൽ ഡാൻസ് ഷോകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. നല്ല ഷോകൾ വരണ്ടേ. ഡാൻസ് ഷോ ആകുമ്പോൾ ആൾക്കൂട്ടം നോക്കണം, എങ്ങനെയായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നത് നോക്കണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയുള്ള പരിപാടിക്കാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് നോക്കണം. കോർപ്പറേറ്റീവ് ഇവന്റുകളിൽ കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ ഡാൻസിനൊക്കെ പോയിരുന്നുവെന്നും അവർ ആൽക്കഹോള് സെർവ് ചെയ്യും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ സ്റ്റേജിന്റെ മുന്നിൽ വന്ന് അവർ ഡാൻസ് ചെയ്യും. ഞാനതിൽ കംഫർട്ടബിൾ ആയിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ബഹുമാനിച്ചല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു വേദിക്ക് മുൻപിൽ ഡാൻസ് കളിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്നും താരം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഷോകൾ ചെയ്യുന്നത് കുറച്ചത്. കൂടുതലും അവാർഡ് ഷോകൾ വരുമ്പോൾ ചെയ്യാറുണ്ട്. മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞ് പല നാടുകളിലും ഷോകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ പോയി ഡാൻസ് ചെയ്യുന്നതെന്നും സാനിയ അയ്യപ്പൻ പറയുന്നുണ്ട്. യാത്രകൾക്ക് തനിക്ക് പണം ലഭിക്കുന്നതിനെ കുറിച്ചും സാനിയ അയ്യപ്പൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമകളെക്കാളും കൂടുതൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. ഒരുപാട് കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്. ഒരു റീലിന് ഇത്ര എമൗണ്ട് എന്നാണല്ലോ. ചില ട്രിപ്പുകൾ മുഴുവനും സ്പോൺസേഡ് ആയിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അത്യാവശ്യം നല്ല ട്രിപ്പുകൾ പോയിട്ടുണ്ടെന്നും സാനിയ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ യാത്രകളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചിയെ പോലെ ഒരുപാട് യാത്രകൾ ചെയ്യണം എന്നാണ് ആഗ്രഹമെന്ന് ചില കുട്ടികൾ പറയാറുണ്ടെന്നും, എന്നാൽ മറ്റു ചിലർക്ക് അറിയേണ്ടത് യാത്ര ചെയ്യാൻ ഇത്രയധികം പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണെന്നും, അടുത്ത തവണ പോകുമ്പോൾ തങ്ങളെ കൂടി കൂടെ കൂട്ടാമോ എന്നും ചോദിക്കുന്നവരുണ്ടെന്നും താരം പറയുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് നേരിട്ട് വന്ന് കാണാൻ സാധിക്കുമോ എന്നും പലരും ചോദിക്കാറുണ്ട്. ഞാൻ തുർക്കിയിൽ പോയപ്പോൾ ഫുഡ് കഴിക്കുന്ന ചിത്രം കണ്ട് അവിടെയുള്ള ഒരു മലയാളി കുടുംബം എന്നെ മെസ്സേജ് അയച്ച് ഭക്ഷണത്തിന് ക്ഷണിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്നും സാനിയ പറയുന്നുണ്ട്. 2024 ഞാൻ ഭയങ്കരമായി യാത്രകൾ ചെയ്തത്. 2025 അവസാനം മുതൽ ഇതുവരെയും കുറച്ച് അധികം നല്ല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. മോഹൻലാൽ സാറിന്റെ കൂടെ ലണ്ടനിലും ജർമ്മനിയിലും അയർലൻഡിലും ഒരു ഷോ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബറിൽ ചാക്കോച്ചന്റെയും മഞ്ജു ചേച്ചിയുടെയും കൂടെ ഷോ ചെയ്യുന്നുണ്ട്. US-ൽ ഒരു മാസം ഉണ്ടാകും. ദൈവം സഹായിച്ച് ഡാൻസ് എന്നത് ഉള്ളത് കൊണ്ട് കുറെ യാത്രകൾ ചെയ്ത് ഷോകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ. നമ്മളൊന്നും അറിയേണ്ട, അവർ തന്നെ എല്ലാം നോക്കിക്കോളും. കുഞ്ഞിലെ ഞാനും റംസാനും ഡാൻസ് ചെയ്ത് ബേസ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെയൊരു ജീവിതം മാറിയെന്നും സാനിയ അയ്യപ്പൻ പറയുന്നുണ്ട്. എന്നാൽ 2024 സാനിയ സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല. 2024 തനിക്ക് അത്ര സുഖമുള്ള വർഷമായിരുന്നില്ലെന്നും മാനസികമായും ശാരീരികമായും ഒട്ട് ഓക്കെ ആയിരുന്നില്ലെന്നും താനൊന്നും സാനിയ പറയുന്നുണ്ട്. പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം എല്ലാവർക്കും തന്നോട് ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ സിനിമയില്ലേ എന്ന ചോദ്യമായിരുന്നു. അത് തന്നെ വല്ലാതെ ബാധിച്ചെന്നും സാനിയ പറയുന്നുണ്ട്. ആ ചോദ്യം വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ അധികം പുറത്തേക്ക് ഇറങ്ങാതായെന്നും സാനിയ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2024 തനിക്ക് അത്ര സുഖകരമായ വർഷമായിരുന്നില്ല. മാനസികമായും ശാരീരികമായുമെല്ലാം ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. നമ്മൾ അതിൽ തന്നെ നിന്ന് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരുന്നാൽ സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടമാകുമെന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായ വർഷമായിരുന്നു 2024. ഞാൻ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും, അതിപ്പോൾ കസിൻസിന്റെ അടുത്താവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിയിലാവട്ടെ, അവിടെയൊക്കെ ചെന്നാൽ എല്ലാവർക്കും എന്നോട് ഒരു കാര്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ: ഇപ്പോൾ സിനിമയില്ലേ? ഇനി ഞാൻ പരിപാടിക്ക് പോയില്ലെങ്കിലും എല്ലാവരും ചോദിക്കുക സാനിയ വന്നില്ലേ എന്നതായിരിക്കും. പോവുകയാണെങ്കിൽ ഓ ഇപ്പോൾ സിനിമയൊന്നും ഇല്ലല്ലേ എന്ന ചോദ്യവും ഉണ്ടാകും.
അതെന്നെ വല്ലാതെ നേരിടാൻ തുടങ്ങി. ആ ചോദ്യം എന്നെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ എവിടെയും പോവാതായി എന്നും സാനിയ അയ്യപ്പൻ പറയുന്നുണ്ട്.